നമസ്കാരം. എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. ധനുരാശിക്കാരെ സംബന്ധിച്ച് 2026 സെപ്റ്റംബർ മാസം വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മാസമാണ്. പ്രത്യേകിച്ച് സെപ്റ്റംബർ 7 മുതൽ സെപ്റ്റംബർ 26 വരെ നിങ്ങളുടെ ജോലി, വരുമാനം, കരിയർ ഗ്രോത്ത്, പുതിയ അവസരങ്ങൾ എന്നിവയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ബുധൻ 10ാം ഭാവത്തിൽ ശക്തമായി നിൽക്കുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. അതോടൊപ്പം ബുധന്റെ ദൃഷ്ടി 4ാം ഭാവത്തിലേക്ക് വരുന്നത് കുടുംബം, വീട്, സ്വത്ത്, മാനസിക സമാധാനം തുടങ്ങിയ കാര്യങ്ങളിലും ചില നല്ല മാറ്റങ്ങൾക്ക് കാരണമാകും. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ശുക്രന്റെ അനുകൂല സ്വാധീനമാണ്. അതിനാൽ ഈ മാസം ധനുരാശിക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ജോലിയിൽ മാറ്റം ഉണ്ടാകുമോ? പുതിയ ഇൻകം സോഴ്സ് വരുമോ? പ്രൊമോഷൻ ലഭിക്കുമോ? ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകുമോ? ലവ് ലൈഫ് എങ്ങനെയായിരിക്കും? ഇതൊക്കെ നോക്കാം. ആദ്യം തന്നെ പറയേണ്ടത് സെപ്റ്റംബർ മാസത്തിൽ ബുധൻ, ശുക്രൻ, ഗുരു എന്നിവയുടെ ശക്തമായ സ്വാധീനം ധനു രാശിക്കാർക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് സെപ്റ്റംബർ 7 ശേഷം ബുധന്റെ സ്വാധീനം കൂടുതൽ ശ്രദ്ധേയമാകും. ബുധൻ 10ാം ഭാവത്തിൽ ശക്തമായി നിൽക്കുന്നതിനാൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ കഴിവ് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ചിന്തിച്ചിരുന്നവർക്ക് പോലും ഈ മാസം സ്വന്തം കഴിവ് തെളിയിക്കാൻ അവസരങ്ങൾ ലഭിച്ചേക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. സെപ്റ്റംബർ 7 മുതൽ സെപ്റ്റംബർ 26 വരെയുള്ള കാലഘട്ടം ധനുരാശിക്കാർക്ക് കരിയർ സംബന്ധമായി വളരെ പ്രധാനമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ റെസ്പോൺസിബിലിറ്റി, പുതിയ പ്രോജക്റ്റ്, പുതിയ പൊസിഷൻ, മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ, ജോലി സംബന്ധമായ മാറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പ്രധാനമായും സെപ്റ്റംബർ 7 ശേഷം വരുന്ന അവസരങ്ങളെ പെട്ടെന്ന് തള്ളിക്കളയരുത്. ചിലർക്ക് ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തയുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന അവസരങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ച് തീരുമാനമെടുക്കാം. ഇനി സാമ്പത്തികം. ധനു രാശിക്കാർക്ക് ഈ മാസം ഇൻകം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാം. പ്രധാന വരുമാനത്തിന് പുറമെ അഡീഷണൽ ഇൻകം സോഴ്സ് കണ്ടെത്താൻ ചിലർക്ക് സാധിക്കും. ജോലിയിൽ സാലറി ഇൻക്രിമെന്റ്, ഇൻസെന്റീവ്, കമ്മീഷൻ, പെൻഡിംഗ് പേയ്മെന്റ് ലഭിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ പ്രതീക്ഷ നൽകുന്ന സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കസ്റ്റമേഴ്സ്, പുതിയ കോണ്ടാക്ട്സ്, പുതിയ ഓർഡേഴ്സ് എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വരുമാനം കൂടുമ്പോൾ അതനുസരിച്ച് ചെലവും കൂട്ടരുത്. ഈ മാസം ലഭിക്കുന്ന അധിക വരുമാനത്തിന്റെ ഒരു ഭാഗം സേവിംഗ് ആയി മാറ്റിവെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്താൽ അടുത്ത മാസങ്ങളിൽ അതിന്റെ ഗുണം ലഭിക്കും. ബുധന്റെ സ്വാധീനം 4ാം ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഫലം നൽകുന്നതിനാൽ കുടുംബ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാകാം. വീട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. വീട് മാറ്റം, പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങൾ എന്നിവ ചിന്തിക്കുന്നവർക്ക് മുന്നോട്ടു പോകാനുള്ള അവസരങ്ങൾ ലഭിക്കാം. കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിച്ചു പരിഹരിക്കാൻ സാധിക്കും. പ്രധാനമായും കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഈ മാസം നിങ്ങളുടെ സ്ട്രെങ്ത്. ഇനി ധനുരാശിക്കാരുടെ ലവ് ലൈഫ്. ശുക്രന്റെ അനുകൂല സ്വാധീനം ബന്ധങ്ങളിൽ സന്തോഷം നൽകാൻ സഹായിക്കും. റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് പാർട്ട്ണറിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. ചിലർക്ക് പഴയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് മാറി റിലേഷൻഷിപ്പ് കൂടുതൽ ശക്തമാക്കാം. പ്രത്യേകിച്ച് ജോലി, സുഹൃത്തുക്കൾ, സോഷ്യൽ കണക്ഷൻസ് എന്നിവയിലൂടെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഫാമിലി ഡിസ്കഷൻ മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലവ് മാറ്റേഴ്സിൽ തിടുക്കത്തിൽ തീരുമാനമെടുക്കാതെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകുക. വിദ്യാർത്ഥികൾക്കും ഈ മാസം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. ബുധന്റെ ശക്തി പഠനം, കമ്മ്യൂണിക്കേഷൻ, ലോജിക്കൽ തിങ്കിങ് എന്നിവയ്ക്ക് സഹായകരമാണ്. കോമ്പറ്റീറ്റീവ് എക്സാം, ഇന്റർവ്യൂ, എൻട്രൻസ് പ്രിപ്പറേഷൻ എന്നിവ നടത്തുന്നവർക്ക് കഠിനാധ്വാനം കൂടുതൽ ഫലപ്രദമായി മാറാം. ഒരു കാര്യം ഓർക്കുക, ഭാഗ്യം മാത്രം കാത്തിരിക്കാതെ അവസരം ലഭിക്കുന്ന സമയത്ത് എഫേർട്ട് ഇരട്ടിയാക്കണം. സെപ്റ്റംബർ 7 ശേഷം വരുന്ന സമയത്തെ ശരിയായി ഉപയോഗിച്ചാൽ നല്ല പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വലിയ ഭയം വേണ്ട. ജോലിയുടെ തിരക്കിൽ ഉറക്കം കുറയ്ക്കാതിരിക്കുക. സ്ട്രെസ്, ഓവർ തിങ്കിങ് എന്നിവ ഒഴിവാക്കാൻ ശ്രമിക്കുക.
നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചാൽ ഇതെനിക്ക് പറ്റുമോ എന്ന സംശയത്തിൽ മാത്രം നിൽക്കാതെ അതിനെക്കുറിച്ച് ശരിയായി അന്വേഷിക്കുക. കാരണം ഈ കാലഘട്ടം ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. സെപ്റ്റംബർ 7 മുതൽ സെപ്റ്റംബർ 26 വരെ ധനുരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ജോബ് ഓപ്പർച്യൂണിറ്റി വരാം, കരിയർ ചേഞ്ച് ഉണ്ടാകാം, ഇൻകം വർദ്ധിക്കാം, പുതിയ കോണ്ടാക്ട്സ് ലഭിക്കാം, പെൻഡിങ് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചാൽ ഇതെനിക്ക് പറ്റുമോ എന്ന സംശയത്തിൽ മാത്രം നിൽക്കാതെ അതിനെക്കുറിച്ച് ശരിയായി അന്വേഷിക്കുക. അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ മാസം വളരെ ശ്രദ്ധേയമാണ്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അവസരം വന്നാൽ അത് തിരിച്ചറിയുക, അവസരം തിരിച്ചറിഞ്ഞാൽ അതിനായി പരിശ്രമിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കമാകാം. ഇത് പൊതുവായ ഫലങ്ങളാണ്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.